Hi friends, welcome to Linu's Kitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു പെസഹ സ്പെഷ്യലാണ്. ഒരു പെസഹ അപ്പമാണ്, അല്ലെങ്കിൽ ഇതിന് ഇൻട്രിയപ്പം എന്നും പറയും ചില സ്ഥലത്തൊക്കെ. അപ്പോൾ ഇത് പെസഹയ്ക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. പെസഹ അപ്പവും പാൽ കുറുക്കും. ഇന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, അതാ വരാത്തത്. അപ്പോൾ ഞാനിവിടെ ഈ പെസഹ അപ്പം ഉണ്ടാക്കുന്നത് ഇലയിലാണ്. ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു രീതി കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഇത് 1/4 കപ്പ് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുമായിരുന്നു ഒരു 4-5 മണിക്കൂർ. അപ്പോൾ അത് വേണം. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങ വേണം. ഇവിടെ ഞാൻ 1/4 കപ്പ് ചിരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ അപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ തേങ്ങ ചേർക്കണം, എന്നാലേ അപ്പം നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, 3-4 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ വേണ്ടത് 1/4 കപ്പ് അരിപ്പൊടി, ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാവൂ. ഇത് നല്ല ഇഡ്ഡലി ബാറ്ററിനുള്ള അരപ്പ് പോലെ വേണം. വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം, ഒത്തിരി വാട്ടറി ആയിരിക്കരുത്. അപ്പം നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ. എന്നിട്ട് ഈ അരച്ച ഉഴുന്ന് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ മിക്സിയുടെ ജാറിൽ നമുക്ക് തേങ്ങയും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത്, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ എടുത്താൽ മതി. ഒത്തിരി അരയ്ക്കണ്ട, ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. ഫുള്ളി പേസ്റ്റ് പോലെ ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഈ അരച്ച തേങ്ങയും കൂടെ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഉഴുന്നിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1/4 കപ്പ് അരിപ്പൊടി, ഇതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം, പിന്നെ കൈ കൊണ്ട് കുഴച്ചെടുക്കണം ഇത്. അപ്പോൾ ഈ ഉഴുന്നിൽ നിന്നും തേങ്ങയിൽ നിന്നും ഓൾറെഡി മോയ്സ്ചർ ഉണ്ട്, അതായത് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ ഇത് കുഴച്ച് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് തോന്നും ഇത് കുഴയുന്നില്ല, സോഫ്റ്റ് ആവുന്നില്ലെങ്കിൽ തിളച്ച വെള്ളം വേണം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ ഇതിലേക്ക്. അപ്പം ഞാനിവിടെ അധികം വെള്ളം യൂസ് ചെയ്തിട്ടില്ല, 1-2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ സിസ്റ്ററിൻ്റെ മദർ-ഇൻ-ലോൻ്റെ കയ്യിൽ നിന്നാണ്. പലരും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു കാത്തലിക്സ് ഇത് ബാറ്റർ ആക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ പട്ടയപ്പം പോലെ പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കും. അങ്ങനെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ ഇലയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ പരുവത്തിലെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആവി കയറ്റി എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വേറൊരു രീതിയാണ്. നമ്മൾ ഈ ഇലയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പെസഹായ്ക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. അന്നത്തെ ദിവസം മാത്രമേ നമ്മളിത് ഉണ്ടാക്കാവൂ. വേറൊരു ദിവസങ്ങളിൽ ഇത് ഉണ്ടാക്കാറില്ല. അതാണ് യൂഷ്വലി കണ്ടുവരുന്ന ട്രഡീഷൻ. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇല, അതായത് വാഴയില എടുക്കാം. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. ഇവിടെ കിട്ടിയ ഇലയുടെ ഇതനുസരിച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് ഓൾറെഡി കുറച്ച് കീറിയ ഇലയായിരുന്നു, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് നല്ല ഷേപ്പിലൊന്നും കിട്ടിയില്ല. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയെ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇപ്പം ഇതും കൊണ്ട് നിങ്ങൾക്ക് ഒരു 6-7 അപ്പം കിട്ടും. അപ്പോൾ ആദ്യം ഈ ഇലയിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് കുറച്ച് മാവെടുക്കുക. എന്നിട്ട് അതിങ്ങനെ റൗണ്ടിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് എത്രത്തോളം തിന്നാക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു 3 മടക്ക് മടക്കണം. എന്നിട്ട് ഇത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റണം. ഒരു 20 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. അങ്ങനെ മാവ് തീരുന്നവരെ
ഇലയിൽ ഇങ്ങനെ പരത്തി വെച്ചെടുത്ത് എല്ലാം കൂടെ ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാൽ കുറുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു സോസ്പാൻ എടുക്കുക. ഇതിലേക്ക് 250 ഗ്രാം ശർക്കര ഞാനിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഉരുക്കിയെടുത്തതാണ്. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കുക. എന്തെങ്കിലും മണ്ണോ കല്ലോ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് ഈ സോസ് പാനിലേക്ക് ഒഴിക്കുക. നമ്മൾ അതിൻ്റെ പകുതി ഒഴിച്ചാൽ മതി. എന്നിട്ട് മധുരം നോക്കിയിട്ട് ലാസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ബാക്കി. അപ്പോൾ അത് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് 2ാം പാലാണ്. ഇവിടെ ഞാൻ 2.5 കപ്പ് 2ാം പാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സിം ചെയ്തെടുക്കുക. അതായത് ഒരു ലോ ഫ്ലെയിമിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും, അല്ലെങ്കിൽ കട്ട പിടിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായി കുറുകി വരുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കിക്കൊണ്ടിരിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പലരും പല രീതിയിലാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. ചിലവർ വട്ടയപ്പം ഉണ്ടാക്കും, അതായത് ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള അപ്പം, മധുരമുള്ള അപ്പം. ഇത് പുളിയില്ലാത്ത അപ്പമാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തത് പുളി ഇല്ലാത്ത അപ്പമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇങ്ങനെ പുളി ഇല്ലാത്ത അപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ബിലീഫ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പലരും പല രീതിയിലാണ്. അപ്പം ഞാനൊരു രീതി കാണിച്ചു തരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി, ഒരു നുള്ള് ജീരകം പൊടിച്ചത്, ഒരു നുള്ള് ചുക്ക് പൊടിച്ചത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് 1ാം പാലാണ്. ഞാനിവിടെ 1.25 കപ്പ് 1ാം പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് 1ാം പാൽ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഒന്ന് ഇത് ചൂടായി വരണം. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മധുരം നോക്കി, മധുരം പോരാ. അപ്പോൾ നമ്മൾ ബാക്കി ശർക്കരയും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. പിന്നെ ഇവിടെ കിട്ടുന്ന ശർക്കരയുടെ കളർ വലിയ കളറില്ല, അതാ ഈ കുറുക്ക് ഈ കളറിലിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല നാട്ടിലൊക്കെ നല്ല കറുത്ത ശർക്കര കിട്ടുമല്ലോ, അപ്പോൾ അത് വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല കളറ് കിട്ടും ഈ കുറുക്കിന്. അപ്പം എൻ്റെ ഇവിടുത്തെ ശർക്കരയ്ക്ക് വലിയ കളറില്ല, അതാ ഇത് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1ാം പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തിളച്ചാൽ ഇത് പിരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട് ഈ കുറുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ അപ്പത്തിൻ്റെ കൂടെ, അപ്പം 20 മിനിറ്റിന് ശേഷം ആയിട്ടുണ്ട്. അപ്പവും കൂടെ ആയതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ പെസഹായ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം. ഈ അപ്പത്തിന് നല്ല ടേസ്റ്റാണ്, നമുക്ക് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ പെസഹയുടെ ദിവസമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അന്ന് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. പിന്നെ ഇത് പാൽക്കുറുക്കിൽ മുക്കി കഴിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കല്ല്. അപ്പം ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.